ഗബ്രിയേലിന്റെ ദർശന സാബല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിലൊരാരോമൽ ഉണ്ണി പിറന്നല്ലോ. വാട്ട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, ഇന്നാണെങ്കിൽ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഇത് നൈസായിട്ട് നമുക്കൊരു ട്രീ എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഫുൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഇന്ന് അതിനുവേണ്ടി ഞങ്ങൾ ഫുൾ ടൈം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം ഇപ്പോൾ ടൈം ഇപ്പോൾ ഈവനിങ് ആവുന്നുണ്ട്. അപ്പോൾ അവളാണെങ്കിൽ ട്രീയുടെ കുറച്ച് എന്തോ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇപ്പോൾ വരും. അപ്പോൾ ഇന്ന് നല്ല ഹാപ്പി മൂഡാണ്. ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. പിന്നെ എന്താ പറയുക, അവൾ തട്ടെ വന്നപാടെ നമുക്ക് നേരെ ട്രീ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ. എല്ലാം നീയാന്ന് എനിക്ക് അറിയാം, അതുകൊണ്ടാണ് താമസിച്ചത്. നീ എന്തൊക്കെ വാങ്ങിച്ചു കാണിക്കും, നോക്കട്ടെ എന്തൊക്കെയാണ്. എല്ലാം വാങ്ങിച്ചോ? രണ്ടുപേരാണ് ക്യാപ്പൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. എന്താ നോക്കോടി നീ? മൊട്ട മൊയില. ഓ, ഒരു മൊട്ട മൊയില. ഈ ക്യാപ്പ് നിനക്ക് നല്ലോണം ചേരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഒരു കാര്യം, ക്രിസ്മസ് കഴിഞ്ഞ് കിട്ടുവാണെന്നോ, നല്ല ലുക്കുണ്ട്. അങ്ങനെ തന്നെ അല്ലല്ല, കറക്റ്റാ, അത് കറക്റ്റ് ആയിരുന്നെന്ന്. എന്റെ കർത്താവേ, അത് കറക്റ്റ് ആയിരുന്നത്. ലാസ്റ്റ് വിടർത്തി പോണം. ലാസ്റ്റ് വിടർത്താം, രക്ഷയിലാണ്. ഇങ്ങോട്ട് വഴിക്കിറങ്ങാൻ പറ്റത്തില്ലല്ലോ ഇത്. ക്ഷമയില്ലേ? ഞാൻ രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് ക്ഷമ കൊണ്ട് ഇവിടെ ഇരിക്കുന്നു. എത്ര ഫീറ്റ് ഉണ്ട്? അഞ്ചടി. 5 ഇഞ്ചുണ്ട്. അപ്പൊ 5 ഇഞ്ച് നീ അങ്ങ് മാറുന്നില്ലേ? 5 അടി 5 ഇഞ്ച്. വിൻഡോടെ ഭാഗത്തോട്ട് വെച്ചോ ട്രീ എടുത്തിട്ട് ഇങ്ങോട്ട്. അപ്പൊ റോഡിൽ കൂടെ പോകുന്നവർക്കും കാണാലോ. എന്താ വിൻഡോ അന്നവിടെ വെക്കാല്ലേ, വീടിനകത്ത് വെക്കാല്ലേ? ഞാൻ വിചാരിച്ചു റോഡിൽ കൂടെ പോകുന്നവരോട് കണ്ടോട്ടേന്ന്. എടേ, ഒരു റോഡിൽ കൂടെ പോകുന്നവർക്കും ട്രീ കാണണമെന്ന് ആഗ്രഹമില്ലേ എടി? അത് 6 അടി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ട്രീയുടെ ചെറിയ പാർട്സ് ആയിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്യാണ്. എല്ലാ സാധനങ്ങളും കുറെ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. മാക്സിമം ഇത് ഫുള്ള് സെറ്റപ്പ് ആക്കാനുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അലങ്കരിക്കാനുള്ള ബൾബുകളും പിന്നെ അതുപോലെ തന്നെ പിന്നെ വാങ്ങിച്ചോണ്ട് തന്നെ. എന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതെന്തിനാണ് ഇത്? അവൾ ഇതോളാം ഇതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് എന്താ എനിക്ക് ഞാൻ വെച്ച് ഇത് വെച്ച് അടിക്കാനാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് കണ്ടിട്ട്. ഇത് റാത്ത് എന്ന് പറയും. ഇതിനകത്ത് ഇത് നമുക്ക് ആദ്യം ഞാൻ വെച്ചപ്പോൾ യേശു ക്രിസ്തുവിന്റെ മുൾക്കിരീടം പോലെ ഉണ്ട്. സംഭവം അതല്ല, ഇതിവിടെ ഇങ്ങനെ തൂക്കിയിടാം, നല്ല ഭംഗിയായിരിക്കും കാണാൻ. പിന്നെ കുറച്ച് ഈ ഐറ്റംസ്. ഇത് മറ്റേ കളർ എന്തുണ്ട് ഇതിന് പറയുന്നത്? ബബിൾസ്, ക്രിസ്മസ് ബബിൾസ്. പിന്നെ ഒരു ട്രീ പോരാഞ്ഞ അതിൻ്റെ മണ്ടയ്ക്കൊരു ട്രീ. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇത് കൊള്ളാൻ സാധനം. ഇത് കണ്ടോ, ഇത് ഞങ്ങൾ ടെമൂന്ന് വാങ്ങിച്ചതാണ്. വീട് അലങ്കരിക്കാൻ അന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചപ്പോൾ വെച്ചാണ്. ഇത് നല്ല ഭംഗിയുണ്ട്. ഇതിന് ടെമൂന്നല്ലേ വാങ്ങിച്ചേ? ഇത് കൊള്ളാം കേട്ടോ. ഇത് എന്നോട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു. ദിസ് ഈസ് നൈസ്. ഇത് ലോങ് ലാസ്റ്റ് ചെയ്യും, കുറേ നാൾ ഇരിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കുറേ നാൾ ഇരിക്കൂലേ? അപ്പൊ പേര് മാറ്റിയോ? ആണോ? അങ്ങനെ ഓൾമോസ്റ്റ് ട്രീയുടെ ഞങ്ങൾ ഫുള്ള് ഇങ്ങനെ വിടർത്തി മൊത്തത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറെ ഈ ബബിൾസും സ്റ്റാറും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാരിയിടണം അല്ലേ? വാരിയിട്ടാലോ? ഇന്നത്തേക്ക് വിടർത്തി തീരുവോ? അതിന് ബാൻഡ് മേള പോലെ വേണോ? അപ്പൊ ഇന്ന് നൈസായിട്ട് ഇപ്പം ബാക്കി കൂടെ ഞങ്ങൾ ചെയ്തിട്ട് വേഗം വരാം. കണ്ടോണ്ടിരുന്നു കേട്ടോ, സ്കിപ്പ് ചെയ്യണ്ട. ഗൈസ്, നമ്മുടെ ട്രീ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് റെഡി ആയെന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ 3 പാർട്ടായിട്ടാണ് നമ്മൾ 1, 2, 3 വെച്ചിട്ട് 3ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് അതിൻ്റെ ലീവ്സൊക്കെ ഇങ്ങനെ വിടർത്തി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ട്രീ ആണ്. 6 അടി ഹൈറ്റ് ഉണ്ട്. അപ്പം അത്യാവശ്യം നല്ല ട്രീ ആണ്. നല്ല രസമുണ്ട്. ഗ്രീൻ കളറാണ് ഇപ്രാവശ്യം ട്രീ വാങ്ങിച്ചത്. പല കളർ ട്രീ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഇതായതുകൊണ്ട് ഇത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് ബൾബ് വരിട്ടാലോ?
ഗബ്രിയേലിന്റെ ദർശന സാബല്യമായി സർവലോകത്തും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിലൊരാരോമൽ ഉണ്ണി പിറന്നല്ലോ. ഗൈസ് അങ്ങനെ ഓൾമോസ്റ്റ് ഹാഫ് പോർഷൻ ഓഫ് ദി ട്രീ റെഡി ആയിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ട്രീ ഓൾമോസ്റ്റ് റെഡി ആവും. പിന്നെ ഞങ്ങൾ കുറച്ച് സിൽവർ അല്ല കുറച്ച് ഗോൾഡൻ ബബിൾസ് ആണ് വാങ്ങിച്ചത്. ഗോൾഡനും റെഡും ചേർന്ന് കലങ്ങിയ വർണ്ണശബളമായ ട്രീ ആണ് ഗൈസ് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയും റെഡി ആയിട്ടുണ്ട്. എന്ത് തോന്നുന്നു? ഇത് നിന്റെ ആദ്യത്തെ ക്രിസ്മസ് ട്രീ ആണ് കല്യാണത്തിന് ശേഷം? അതെ, ഇത് നിന്റെ കല്യാണത്തിന് ശേഷമുള്ള ആദ്യത്തെ ട്രീ അല്ലേടി? ഇനി ഒരുപാട് ട്രീകൾ നിനക്ക് പണിയുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു. ചാനാവലയും ചന്ദ്രക്കലയും ഉണ്ണിയെ വാഴ്ത്തും അങ്ങ് കിഴക്കൻ ബേദലഹേമിൽ പാതിരായൊരു നേരത്ത് ഉണ്ണി പിറന്നു ഹാപ്പി ക്രിസ്മസ്. അങ്ങനെ ട്രീ ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. എല്ലാം ഓൾമോസ്റ്റ് റെഡിയായി. ഞങ്ങളാണെങ്കിൽ വൈകുന്നേരം 6 മണിയാകുമ്പോൾ തുടങ്ങിയ പരിപാടിയാണ്. ഇപ്പം മണി വേണ്ട സമയം 12 ആയപ്പോഴത്തേക്ക് ഏകദേശം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ ഓൾമോസ്റ്റ് കവറപ്പ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ബോൾസ് കൂടിയാലേ ഐശ്വര്യം ഉള്ളൂ. ബോൾസ് കുറച്ച് കൂടണം, കിടക്കട്ടെ. പിന്നെ ഇതിനകത്ത് ഞങ്ങൾ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വേറെ രീതിയിൽ. പിന്നെ അവിടെ ഒരു ചെറിയ ട്രീ, ഒരു ക്രിസ്മസ് ട്രീ, പിന്നെ ഇതിന്റെ ക്യാൻഡിൽസ് എല്ലാം ഞങ്ങൾ കത്തിക്കണ്ടേ. പിന്നെ ഞങ്ങളെ വേറെ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനെന്ത് പറഞ്ഞാൽ ക്രിസ്മസ് ഡോറിന്റെ അവിടെയും വീടിന്റെ അകത്തും ഇങ്ങനെ ക്രിസ്മസ് വരുമ്പോ ജസ്റ്റ് വെൽക്കം ചെയ്യുന്ന പോലെ. സത്യമാണ് ഇത് ഡോറിന്റെ ബാക്കിൽ ഇടുന്നല്ലേ? വീടിന്റെ അകത്ത് ഇടാം അല്ലേ? അപ്പൊ എന്തായാലും ഗൈസ് ഞങ്ങളപ്പോ ഓൾമോസ്റ്റ് ഞങ്ങൾ കുറച്ച് അടിയും വഴക്കും ഒക്കെ ഉണ്ടാക്കി എങ്ങനെയായിട്ട് ഞങ്ങൾ ഇപ്പൊ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയേക്കാണ്. ഇനി ഞങ്ങൾക്ക് ചെറിയ കുറച്ച് പരിപാടി ഉണ്ട്. ഇതിനകത്ത് എന്തുള്ള ലൈറ്റ്സ് ഒക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ലൈറ്റ്സ് എല്ലാം ഇട്ടു, എല്ലാം ഫ്രം പ്രൈമാർക്ക് ഫൗണ്ടൻ. ഇതൊക്കെ ഭയങ്കര ഇതിനൊക്കെ നല്ല വിലയാണ്. പക്ഷെ ഇപ്പം ക്രിസ്മസ് അടുപ്പിച്ച് ഓഫർ ഇട്ടേക്കുക. ഇതൊക്കെ ഇത് 1 പൗണ്ടിനാണ്. ഈ ഒരു സ്റ്റെമ്മ് 2 എണ്ണം, ഒരു സ്റ്റെമ്മിന് 1 പൗണ്ടിന് കിട്ടി. 6 പൗണ്ടിന് എന്തോ സാധനമാണ്. പക്ഷെ ഇതെല്ലാം 1 പൗണ്ടിന് കിട്ടി. പിന്നെ ഞങ്ങളുടെ ഓണർ റെഡ് ബബിൾസ് എല്ലാം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നു. റെഡ് ഫുള്ള് ഓണർ ഇവിടെ ഒരു ബോക്സ് പോലെ, ബ്രിട്ടീഷുകാരനാണ്. പക്ഷെ പുള്ളി വാസ് വെരി കൈൻഡ് ടു അസ്. ഞങ്ങള് വീട് ഫസ്റ്റ് ആയിട്ട് മാറിയ ഫസ്റ്റ് ക്രിസ്മസ് ആണെന്ന് പറഞ്ഞിട്ട് പുള്ളി റെഡ് കളർ ബോൾസ് എല്ലാം കുറെ ഒരു പാക്കറ്റ് ആയിട്ട് ഞങ്ങൾക്ക് കൊണ്ടുവന്നു. പിന്നെ ഈ ഗോൾഡ് ഒക്കെ ഞാൻ പോയി വാങ്ങി. പിന്നെ ലൈറ്റ്സ് എല്ലാം ഫ്രം പൗണ്ടിലും പ്രൈമാർക്ക് എല്ലാം ഭയങ്കര ഡിസ്കൗണ്ട് റേറ്റില് കിട്ടി. അപ്പം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇനി ഫൈനലിനകത്ത് ലൈറ്റ് ഇതാ. ക്രിസ്മസ് തുടങ്ങിയ സമയത്ത് ഭയങ്കര വിലയായിരുന്നു. ഇപ്പൊ കുറഞ്ഞില്ലേ? അപ്പൊ ഗൈസ് ഇനി എല്ലാം ഓൾമോസ്റ്റ് ഞങ്ങള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് സ്റ്റാർ ക്രിസ്മസ് ട്രീക്ക് വെക്കണത് വീട്ടില് മൂത്തവരാണ്. അതുകൊണ്ട് ഞാൻ സ്റ്റാർ സ്റ്റീഫനെ വേദിയിലേക്ക് അപ്പൊ നിങ്ങളെല്ലാം ആഗ്രഹപ്രകാരം ഞങ്ങളുടെ ഈ കൊച്ചു ക്രിസ്മസ് ട്രീയുടെ ടോപ്പിൽ ഈ സ്റ്റാർ വെച്ച് ഞങ്ങൾ ഈ ട്രീ ഇപ്പോൾ ഇവിടെ ഇനാഗുറേറ്റ് ചെയ്യാൻ പോണ്. ഗൈസ് ഞാനിപ്പോ സ്റ്റാറിന്റെ മേളിൽ വെക്കുമ്പോണ്. അപ്പം അതുകൂടെ വെച്ച് ഞങ്ങൾ ഞങ്ങൾ ഈ സ്റ്റാർ അതിന്റെ മേളിൽ വെക്കാൻ പോവാണ്. അതും വെച്ചിട്ട് ഞങ്ങൾ ഇന്നത്തെ പരിപാടി ഇവിടെ കലാപരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. സ്റ്റാർ കണ്ടോ ഗൈസ്? ഉണ്ടോ? ഇതാണ് സ്റ്റാർ. ഞാൻ വെക്കട്ടെ. എല്ലാരും കൊണ്ട് അറിയട്ടെ. ഇനാഗ്രേഷൻ കഴിഞ്ഞിരിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ച എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം. ലൈറ്റ് ഓഫ് ആക്കി ഓണായി കാണിക്കാം അല്ലേ? അപ്പൊ ഗൈസ് ലൈറ്റ് ഓഫ് ആക്കി ഓഫ് അടിപൊളി. അപ്പൊ ഞങ്ങളുടെ ട്രീ ഇതാ സക്സസ്ഫുള്ളി കംപ്ലീറ്റ്. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ട്രീ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ വേറെ എന്ത് പറയാനുള്ള, അപ്പൊ ഇത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ക്രിസ്മസ് ആണ്. അതൊരു സ്പെഷ്യലാണ്. പിന്നെ പോരാത്തതിന് ഞങ്ങൾ യു കെയിൽ എത്തിയിട്ട് എന്റെ ഫസ്റ്റ് ക്രിസ്മസ് കൂടിയാണ്. അപ്പം നിന്റെ അല്ല, എന്റെ ഫസ്റ്റ് ക്രിസ്മസ് കൂടിയാണ്. പിന്നെ ഞങ്ങൾ ട്രീ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലെ ട്രീ ഒക്കെ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാക്കുക. പിന്നെ അടിച്ചു പൊളിക്കുക, മാക്സിമം ക്രിസ്മസ് അടിച്ചു പൊളിക്കുക. പിന്നെ ന്യൂ ഇയർ, ക്രിസ്മസ് എല്ലാം മാക്സിമം നിങ്ങൾക്ക് എല്ലാം അടിപൊളിയാവട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ പോരാത്തതിന് വേറെ ഇനി കൂടുതലൊന്നും പറഞ്ഞ് ലാഗടിക്കുന്നില്ല. അപ്പൊ ഗൈസ്
നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വക അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ബൈ ബൈ, ടാറ്റാ. ഇത് ഞങ്ങൾ ഒരുമിച്ചുള്ള ഫസ്റ്റ് ക്രിസ്മസ് ആണ്. അപ്പം അതിന്റെ സ്പെഷ്യാലിറ്റി അല്ലേ, അതിന്റെ സ്പെഷ്യൽ നമുക്ക് അങ്ങനെ അതിന്റെ ഒരു സ്പെഷ്യൽ ഗൈസ് ഇത് ഞങ്ങൾ അപ്പൊ ഗൈസ് ഇത് ഞങ്ങൾ നമ്മുടെ ക്രിസ്മസ് ട്രീ ഓൾ കംപ്ലീറ്റ് ആയി. അപ്പം ഇനിയിപ്പം ഇനി മേളിൽ സ്റ്റാറും അതെല്ലാം വെച്ച് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പം പിന്നെ വേറെ വെച്ചാൽ ഇത് നമ്മുടെ UK എത്തിയിട്ടുള്ള ഞങ്ങളുടെ ഫസ്റ്റ് ക്രിസ്മസ് ആണ്. അത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ക്രിസ്മസും കൂടാണ്. അപ്പൊ രണ്ടും കൂടാണ്. അപ്പം ഇത് രണ്ടുമാണ് എന്തോ